നമസ്കാരം. മലയാളികളുടെ ജനപ്രിയ നടനാണ് ദിലീപ്. ഒരു കാലത്ത് മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ജയറാം, ദിലീപ് എന്നിവരായിരുന്നു മലയാള സിനിമയുടെ അമരക്കാരായിരുന്നത്. ഒരു സാധാരണ മിമിക്രി കലാകാരനിൽ നിന്ന് ഉയരങ്ങൾ കീഴടക്കി മലയാള സിനിമയുടെ മുൻനിരയിലെത്താൻ ദിലീപിന് അധിക കാലതാമസം വേണ്ടി വന്നില്ല. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നിരവധി വിവാദങ്ങളിലൂടെ താരത്തിന് കടന്നുപോകേണ്ടി വന്നുവെങ്കിലും ദിലീപ് എന്ന നടനെ സ്നേഹിക്കുന്നവർ നിരവധിയാണ്. മഞ്ജു വാര്യരുമായുള്ള വിവാഹം, കാവ്യമാധവനുമായുള്ള വിവാഹവുമെല്ലാം ഇപ്പോൾ ചർച്ചയാണ്. ദിലീപ്, കാവ്യമാധവൻ, മഞ്ജു വാര്യർ ജീവിതം സിനിമാ കഥ പോലെയാണ്. ഏറെ ആകാംക്ഷയും ട്വിസ്റ്റും നിറച്ച ജീവിതമാണ് ഇന്നും ഇവരുടേത്. മഞ്ജുവുമായുള്ള വിവാഹബന്ധം വേർപ്പെടുത്തിയ ദിലീപ് അധികം വൈകാതെ കാവ്യ ജീവിതസഖിയാക്കി. പിന്നീടുള്ള ജീവിതം ട്വിസ്റ്റുകൾ നിറഞ്ഞതായിരുന്നു. പ്രതിസന്ധികൾ അതിജീവിച്ചുകൊണ്ട് സുന്ദരമായ ജീവിതം നയിക്കുകയാണ് ഇരുവരും ചെയ്യുന്നത്. അതേസമയം ഇവരുടെ വിവാഹം നടന്നത് ചില ദോഷ സമയത്തായിരുന്നു എന്ന് വാർത്തകൾ എത്തിയിരുന്നു. അതിന്റെ പ്രതിഫലമായിരുന്നു ദിലീപിന്റെ കാരാഗ്രഹവാസം എന്ന് പറഞ്ഞ് കലിയുഗ ജ്യോതിഷി സന്തോഷ് നായർ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ഈ വീഡിയോ ക്ലിപ്പ് ഇപ്പോഴും ചർച്ചയാവുകയാണ്. ഏകദേശം 350ഓളം പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ടെന്നാണ് സന്തോഷ് നായർ പറയുന്നത്. അതിൽ 95% നടന്നിട്ടുണ്ടെന്ന് സ്വയം സ്ഥാപിച്ചുകൊണ്ടാണ് കലിയുഗ ജ്യോതിഷിന്റെ ഉപജ്ഞാതാവ് സന്തോഷ് സംസാരിക്കുന്നത്. കാവ്യയും ദിലീപും വിവാഹം കഴിക്കുന്ന സമയത്ത് ഒരു ജ്യോതിഷ വിദ്യാർത്ഥി ഇവരുടെ ഭാവി എന്താകുമെന്ന് അറിയാൻ വേണ്ടി എന്നെ വിളിച്ചിരുന്നു. ഞാൻ സ്വാഭാവികമായും നോക്കിയിട്ട് ആ വ്യക്തിയോട് പറഞ്ഞു, 2016 മുതൽ 2019 വരെയുള്ള കാലത്തിൽ രാഹുർദശയിൽ ജനിച്ച കാവ്യമാധവനെ സംബന്ധിച്ചിടത്തോളം കണ്ടകശനിയാണ്. അത് 7ാം ഭാവത്തിലാണെന്ന്. 7ാം ഭാവം എന്ന് പറഞ്ഞാൽ വിവാഹഭാവം എന്നാണ് നടക്കുന്നത്. ദിലീപിനെ സംബന്ധിച്ചിടത്തോളം 7ാം ശനി ആയിരുന്നു ആ സമയത്ത്. അപ്പോൾ കണ്ടകശനിയും 7ാം ശനിയും കൂടിച്ചേർന്നിട്ട് വിവാഹം കഴിച്ചാൽ അത് ഒട്ടും തന്നെ ശരിയാകില്ല. ഈ വിവാഹം ഇപ്പോൾ നടക്കാൻ പാടില്ല. കാവ്യയുടെ കണ്ടകശനി കഴിഞ്ഞതിന് മാത്രമേ ഈ വിവാഹം പാടുള്ളൂ എന്നാണ് പ്രവചിച്ചത്. എന്നാൽ നിർഭാഗ്യവശാൽ ആ വിവാഹം ആ സമയത്തു തന്നെ നടന്നു. പിന്നീട് അറിയാൻ സാധിച്ചത് ഏതോ ഒരാളുടെ നിർബന്ധത്തിന് വഴങ്ങി ആ വിവാഹം നടന്നു എന്നാണ്. ഈ കണ്ടകശനിയും 7ാം ശനിയും ഒത്തു നിൽക്കുമ്പോൾ ഈ വിവാഹം നടന്നാൽ അത് കാരാഗ്രഹവാസത്തിന് വരെ കാരണമാകുമെന്ന് ഞാൻ പ്രവചിച്ചതാണ്. കലിയുഗ ജ്യോതിഷ് സന്തോഷ് നായർ ആവർത്തിച്ചു പറയുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ദിലീപ് ജയിലിൽ കിടന്നത്. ദിലീപ് എപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങുമെന്നും ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞ സമയത്താണ് ജാമ്യവും കിട്ടിയത്. കലിയുഗ ജ്യോതിഷി അവകാശപ്പെടുന്നു. ഞാനിത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. കാവ്യയ്ക്ക് ഇപ്പോൾ നല്ല സമയമാണ്. 45 വയസ്സ് വരെ ദശാകാലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. എങ്കിലും മോശമായ സമയമെന്ന് പറയാനാകില്ല. അതിനുശേഷം നല്ല കാലമാകും വരിക. പക്ഷെ ദിലീപിന്റെ സമയം അത്ര നല്ലതല്ല. എന്നാൽ ഇരുവരുടെയും രാശികൾ തമ്മിൽ വെച്ച് നോക്കുമ്പോൾ തരക്കേടില്ലാത്ത മുൻപോട്ട് പോകും. ഒരു 50-50 റേഞ്ചിലാണ് കാര്യങ്ങൾ ഇപ്പോൾ പോകുന്നത്. ഇരുവരുടെയും ജാതകം വെച്ച് നോക്കുമ്പോൾ ജീവിതം അത്ര സന്തുഷ്ടകരമായിരിക്കില്ല. എടുത്തുചാടി പ്രയാസങ്ങൾ ഉണ്ടാക്കി വെക്കും. ജാതകത്തിന്റെ വിപരീത ദിശയിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഓരോ വ്യക്തികൾക്കും ജാതകത്തിലെ ഒരു വഴിയുണ്ട്. അതിലൂടെയാണ് പോകുന്നതെങ്കിൽ അത് കറക്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ ഇതിന്റെ പുറകിൽ ഇവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. ജ്യോതിഷി സന്തോഷ് നായർ സ്വന്തം ചാനലിലൂടെ പറയുന്ന വീഡിയോ ആണ് ഇപ്പോൾ വൈറലായി മാറുന്നത്.